ഹലോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ നമ്മളെപ്പോൾ എണീറ്റാലും രാവിലെ മീൻസ് നമ്മളെപ്പോൾ എണീക്കുന്നോ അപ്പോഴാണല്ലോ നമ്മുടെ രാവിലെ. അതിപ്പോൾ 11:30 ആയിക്കോട്ടെ, 12 മണി ആയിക്കോട്ടെ, എങ്കിലും രാവിലെ ഒരു കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടായിരിക്കും കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നുണ്ടാക്കുന്ന പുട്ട് ഇച്ചിരി സ്പെഷ്യൽ പുട്ടാണ്. സാധാരണ പൊടിയല്ല കേട്ടോ. ഞാൻ ബ്ലിങ്കിറ്റിൽ കണ്ടപ്പോൾ വാങ്ങി നോക്കിയതാണ്. എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുവാണ് കേട്ടോ ഈ പുട്ടുപൊടി വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കാൻ വന്നത് കേട്ടോ. അതിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മൾ ചെയ്യുന്നത് പയറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപയറും പുട്ടും കൂടെ കഴിക്കാൻ പപ്പടവും കൂടെ ഉണ്ടായിരുന്നു പൊളിച്ചാനായിട്ടോ. പക്ഷെ പപ്പടം ഇല്ലാതായിപ്പോയി. പുട്ടുപൊടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മൾട്ടിഗ്രെയിൻസിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ളൊരു പുട്ടുപൊടിയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ വെള്ളപ്പുട്ടുപൊടി തന്നെയാണ്. ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ സ്ലീവാച്ചിനുള്ള കുറുക്കും കൂടെ ഉണ്ടാക്കിയില്ലേ ഇപ്പൊ എണീറ്റ് വരുമ്പോൾ ബഹളം വെക്കും കേട്ടോ. ഇപ്പൊ എണീക്കാറായിട്ടുണ്ട്. നമ്മൾ എണീറ്റാ പിന്നെ അധികം നേരം കിടക്കത്തില്ല. നമ്മുടെ കൂടെ തന്നെ എണീറ്റ് വരും കേട്ടോ. ദേണ്ട് നമ്മുടെ കഥാനായകൻ എണീറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എവിടാണോ അവിടെ ആയിരിക്കും അവന്റെ കളിയൊക്കെ. വേറെ എന്തൊക്കെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ അടുക്കളയിൽ നിൽക്കും കേട്ടോ. പിന്നെ ഒന്ന് എടുത്തില്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം ബഹളമാവും. ഇപ്പൊ ഞാൻ ഇമ്മയിലൊന്ന് ഇച്ചിരി നേരം കൊടുക്കുവാണ്. ഈ കടുകൊക്കെ വറുക്കുന്ന സമയത്തൊക്കെ താഴെ വന്ന് നിന്നാൽ ഇതൊക്കെ തെറിക്കത്തില്ലേന്ന് ഓർത്ത് എനിക്ക് പേടിയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. അവനിങ്ങനെ എൻ്റെ ചുറ്റും നടക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നറിയാം. പിന്നെ കറിവേപ്പിലയ്ക്കൊക്കെ ഇവിടെ നല്ല ക്ഷാമമായതുകൊണ്ടും അതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതായതുകൊണ്ടും ഞാനിങ്ങനെ സിപ്ലോ കവറിലാക്കിയിട്ട് സൂക്ഷിക്കുമ്പോൾ കുറേ നാൾ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുട്ടിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചായയും കൂടെ കുടിച്ചിട്ട് വേണം നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ കഞ്ഞിക്ക് വെള്ളവും കൂടെ ഒക്കെ വെക്കുന്നുണ്ട്. ഇനി സമാധാനമായിട്ടിരുന്നൊന്ന് പുട്ടും അതുപോലെ തന്നെ പയറും ഒക്കെ ഒന്ന് കഴിക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഡാഡിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡാഡി ഇതിൻ്റെ ഇറങ്ങുമ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ചില സമയങ്ങളിൽ കരച്ചിലും ബഹളവും ഒക്കെ അരങ്ങേറാറുണ്ട്. ചിലപ്പോൾ എന്നെയും കൊണ്ട് ലിഫ്റ്റേ വരെ താഴെ പോയിട്ട് ഏറ്റവും താഴത്തെ നിലയിൽ നിന്ന് അവിടെ നിന്ന് ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഇവിടുന്ന് യാത്ര പറഞ്ഞിട്ട് ആളെയും കയറ്റിക്കൊണ്ട് വന്നു കേട്ടോ. ഇന്നെന്തോ ഒരു നല്ല മൂഡായതുകൊണ്ട് രക്ഷപ്പെട്ടു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.